ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സാമേറ്റ് PSC. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് കേരള PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് സിലബസ് നോക്കാം. ഡീറ്റെയിൽ സിലബസ് ഫോർ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ. ആദ്യം തന്നെ ഹിസ്റ്ററിയാണ് പറഞ്ഞേക്കുന്നത്. കേരള ഹിസ്റ്ററിയിൽ ഉൾപ്പെടുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്തുനിന്ന് വരുന്നത് മെഡീവിയൽ ഇന്ത്യ, അതായത് മധ്യകാല ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസീസ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇൻ 1951. നെക്സ്റ്റ് വേൾഡ് ഹിസ്റ്ററിക്കകത്തുനിന്ന് വരുന്നത് സ്റ്റേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് ആഫ്റ്റർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ്. അടുത്ത ജോഗ്രഫിയാണ്. ജോഗ്രഫിക്കകത്തുനിന്ന് വരുന്നത് ബേസിസ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിങ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോം ഓഫ് പൊല്യൂഷൻസ്, മാപ്സ് നോട്ട് സെൻസിങ്, ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷൻസ് ആൻഡ് ഇറ്റ് വേരിയസ് മൂവ്മെന്റ്സ്, കോണ്ടിനൻസ്, വേൾഡ് നേഷൻസ് ആൻഡ് ഇറ്റ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിക്കകത്തുനിന്ന് വരുന്നത് ഫിസിയോഗ്രഫി, സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, പെനിൻസുലർ പ്ലാറ്റു, കോസ്റ്റൽ പ്ലെയിൻസ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻസ്, അഗ്രികൾച്ചറൽ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. പിന്നെ കേരള ജോഗ്രഫിക്കകത്തുനിന്ന് വരുന്നത് ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻസ്, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ച് സെന്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. അതുമായി ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പിന്നെ കറണ്ട് അഫേഴ്സ്. സിലബസിൽ പറഞ്ഞേക്കുന്ന അടുത്ത ടോപ്പിക്കാണ് എക്കണോമിക്സ്. എക്കണോമിക്സിനകത്തുനിന്ന് വരുന്നത് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, 5-year പ്ലാന്റ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ്, പബ്ലിക് റവന്യൂസ്, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസീസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. പിന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിവിക്സ് ആണ്. കേരള PSCയിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ടോപ്പിക്കാണ് സിവിക്സ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻസ്, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണേഴ്സ്, ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ്, ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻസ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് റിഫോംസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺസ്, ചിൽഡ്രൻസ് ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾസ്, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. പിന്നീട് സിവിക്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ്. അടുത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞേക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്, പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ഫംഗ്ഷൻസ്, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കറന്റ് അഫേഴ്സ്. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ പെടുന്നത് ദൃശ്യ ശ്രവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം. പിന്നെ കായികം, കായിക രംഗത്തെ അവാർഡുകൾ, ട്രോഫികൾ, ഒളിമ്പിക്സ്,
പിന്നീട് ഏഷ്യൻ ഗെയിംസ്, അതിൻ്റെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, പിന്നെ നാഷണൽ ഗെയിംസ്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് വരുന്നത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, എഴുത്തുകാർ, കഥാപാത്രങ്ങൾ, പ്രശസ്തരായ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, കൃതികൾ, ജ്ഞാനപീഠം നേടിയ മലയാളികൾ, പിന്നെ സംസ്കാരം, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകന്മാർ, അവരുടെ സംഭാവനകൾ, ഇതുമെല്ലാമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിനകത്ത് ഉൾപ്പെടുന്നതാണ് ഹാർഡ്വെയർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അതിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്സ്, പിന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉൾപ്പെടുന്നത് സയൻസ് ആൻഡ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻസ്, ബേസിസ് ഓഫ് എവറി ഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, institution and organization in India promoting integration of science and technology and innovations, their activities and contributions of prominent Indian scientists. പിന്നീട് വരുന്നത് ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ISRO, പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ്, അച്ചീവ്മെൻറ്റ്, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ്, പിന്നെ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസീസ്. വരുന്നത് എൻവയോൺമെൻറ്റൽ സയൻസ്, പിന്നെ ഇതുമെല്ലാമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അടുത്ത ടോപ്പിക്കാണ് സിമ്പിൾ അരിത്തമാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. സിമ്പിൾ അരിത്തമാറ്റിക്കിൽ ഉൾപ്പെടുന്നത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ് ഓഫ് എക്സ്പോണൻസ്, മെൻഷറേഷൻസ്, പ്രോഗ്രഷൻസ്. പിന്നെ മെൻ്റൽ എബിലിറ്റിക്കകത്ത് വരുന്നത് സീരിയസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, പിന്നെ സ്ഥാനനിർണ്ണയ പരിശോധന, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻസ്, ടൈം ആൻഡ് ആംഗിൾ, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ് റിഫ്ലക്ഷൻസ്. അടുത്തതായിട്ട് വരുന്നത് ജനറൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ഫുൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് വൊക്കാബുലറീസ് ഫുള്ള് വേണം. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷനകത്ത് വരുന്നത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചാൻസ് ഓഫ് സെൻറ്റൻസ്, ഡിഫറൻസ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ്സ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വേർബ്സ്, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്, പിന്നെ ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ്, പിന്നെ കണ്ടീഷണൽ ടെൻസ്, പ്രിപ്പോസിഷൻസ്, പിന്നെ യൂസ് ഓഫ് കോറിലേഷൻസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്. പിന്നെ വൊക്കാബുലറി വരുന്നുണ്ട്. പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡേഴ്സ്, കളക്റ്റീവ് നൗൺസ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിം, ആൻറ്റോണിം, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, ഇതെല്ലാം വൊക്കാബുലറിയിൽ ഉൾപ്പെടുന്നത്. പിന്നെ അടുത്തതായിട്ട് റീജിയണൽ ലാംഗ്വേജ്, മലയാളം കൊടുത്തിട്ടുണ്ട്, കന്നഡ കൊടുത്തിട്ടുണ്ട്, തമിഴ് കൊടുത്തിട്ടുണ്ട്. റീജിയണൽ ലാംഗ്വേജ് മലയാളത്തിൽ ഉൾപ്പെടുന്നത് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, അങ്ങനെ 13 ടോപ്പിക്കുകൾ മലയാളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.